ഇന്ന് സ്നാപക യോഹന്നാനന്റെ പേരിടിയിൽ കർമ്മത്തിന്റെ ദിവസമാണ്. ഒരു ചെറിയ കുടുംബം വൃദ്ധയായ സക്കറിയായും വാർദ്ധക്യത്തിൽ ഗർഭിണിയായ എലിസബത്തും അവർക്ക് ജനിച്ചൊരു കുഞ്ഞും ഇന്ന് ആ ഭവനത്തിൽ ഒരാഘോഷം നടക്കുകയാണ്. ഇപ്പൊ ആരൊക്കെയുണ്ട് ആ വീട്ടിൽ? അപ്പനും അമ്മയും കുഞ്ഞേ ഉള്ളോ? ഏവെങ്കിലും വായിച്ച് കേട്ടില്ലായിരുന്നോ? അയൽക്കാരും ഉണ്ടായിരുന്നു, ചർച്ചക്കാരും ഉണ്ടായിരുന്നു. ആ ഒരു വീട്ടിലെ ഒരു ആഘോഷത്തിന് അയൽക്കാരെയൊക്കെ വിളിച്ച് അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി യഹൂദ ന്യായപ്രമാണ പ്രകാരം ആ കൊച്ചിന്റെ സർക്കംസേഷൻ ശുശ്രൂഷ അഥവാ പെരിടിയിൽ കർമ്മം നടക്കുകയാണ്. എത്രാമത്തെ ദിവസമാണ് പെരിടിയിൽ കർമ്മം നടത്തിയത്? 8-ാം ദിവസം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്നാ പേരിടുന്നത്? കൺഫ്യൂഷൻ എന്നാ ഉണ്ടാകുന്ന എന്നാ പേരിടുന്നത്? ഏതാ? മാമോദിസ പേരിടും, മാമോദിസ പേരിടും. അതിന് മുമ്പേ വേറൊരു പേരിടും അല്ലേ? ഈ കുഞ്ഞിന്റെ പേരിടിയിൽ കർമ്മത്തിനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ കുടുംബത്തിന് പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. കാരണം എന്താ? വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞു കൂടിയാണ്. അപ്പൊ അയൽക്കാർ സ്വാഭാവികമായിട്ടും കൂടും. ഇനി ആ സംഭവം നമ്മുടെ കുടുംബവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ഭവനം, ഈ ചെറിയൊരു കുടുംബം, ന്യൂക്ലിയസ് ഫാമിലി അല്ലേ? അപ്പനും അമ്മയും ഒരു കുഞ്ഞും, കൊച്ചു കുടുംബം. നമ്മുടെ കുടുംബം ഇപ്പോഴും കൊച്ചു കുടുംബമാണ്. അപ്പനും അമ്മയും, നാം ഒന്ന് നമുക്കൊന്ന്, അല്ലേ നാം രണ്ട് നമുക്ക് രണ്ട്, ചെറിയ കുടുംബമാണ്. ഈ കുടുംബത്തിൽ കുഞ്ഞു ജനിച്ചപ്പോൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് അയൽക്കാരെ എല്ലാം കൂട്ടി വരുത്തി. അയൽക്കാരും ആ സന്തോഷത്തിൽ കൂടി. ആ പ്രഭാതത്തിൽ ആ ഭവനത്തിൽ ഈ പെരിടിയിൽ കർമ്മത്തിന് മുമ്പ് കൊച്ചിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മുമ്പിലോട്ട് കൊണ്ടുവന്ന് കിടത്തി അരിഞ്ഞാണമൊക്കെ കെട്ടിയിട്ട് കാരണവന്മാർ ചോദിക്കും എന്താ പേരിടേണ്ടെന്നല്ലേ? സ്വാഭാവികമായിട്ട് അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു, ഈ കുഞ്ഞിന് എന്താ പേരിട? ആരോടാ ചോദിച്ചത്? അമ്മയോടാ ചോദിച്ചത്. സാധാരണ രീതിയിൽ പതിവുള്ളതല്ല അമ്മയോട് പേര് ചോദിക്കുന്നത്. കാരണം എന്താ അമ്മയോട് പേര് ചോദിച്ചതിൻ്റെ കാരണം? അപ്പം മൗനയാണ്, മിണ്ടാൻ പറ്റുന്നില്ല. എത്ര ദിവസവും എത്ര നാളായി മൗനമായിട്ട്? 9 വർഷവും 9 മാസവും 9 ദിവസവും 9 വിനാഴികയും 8 നാഴികയും പിന്നെ ഒരു 8 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ പെരിടിയിൽ കർമ്മം നടക്കുന്നത്. അമ്മ പറഞ്ഞു, ഞങ്ങളുടെ മോന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പൊ കൂടെ നിന്നവർ ചോദിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വംശത്തിൽ അങ്ങനെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? വലിയ കാര്യമുണ്ടോ ചോദിക്കേ? കണ്ട് അയൽക്കാർ വന്ന് ചോദിച്ചിട്ട് അവിടെ പങ്കെടുത്താൽ പോരെ? ഈ ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളിങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പം ആവശ്യമില്ലാത്ത കയറി ചോദ്യം ചോദിക്കും. ഈ കൊച്ചാരെ പോലെ ഇരിക്കുന്നു, അപ്പനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ അനാവശ്യമായ കമന്റുകളൊക്കെ നമ്മൾ പറയും. എവിടെയും ചാർച്ചക്കാർ കൂടി വന്നിരുന്നിട്ട് അനാവശ്യമായ ഒരു കമന്റ് പറയുക. നിന്റെ കുടുംബത്തിൽ നിന്റെ വംശത്തിലും ഈ പേരുള്ള ആരും ഇല്ലല്ലോ, പിന്നെ നീ എന്താ ഈ പേര് നിർദ്ദേശിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. അമ്മ വല്ലതും മറുപടി പറഞ്ഞോ? എലിസബത്ത് വല്ലതും മറുപടി പറഞ്ഞോ? ഏതോസ്തവും പറയുന്നില്ല എലിസബത്ത് മറുപടി ഒന്നും പറഞ്ഞതായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആരാ അപ്പനോട് ചോദിച്ചേ? ഈ വന്നവരാ ചോദിക്കുന്നേ, അമ്മയല്ല ചോദിക്കുന്നേ. വന്നവര് പറയുകയാണ്, നീ എന്താ നിന്റെ മകന് പേരിടാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പോഴാണ് ഒരു എഴുത്തുപലക ചോദിക്കുന്നത്. ആ എഴുത്തുപലകയിൽ ഇവരിങ്ങനെ എഴുതി, യോഹന്നാൻ, ജോൺ. യോഹന്നാൻ എന്താ പേരിന്റെ അർത്ഥം എന്താ?
ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപ. യാഹ്നാൻ, യഹോവയുടെ കൃപ ലഭിച്ചവൻ. യാഹ്നാൻ ജോൺസൺ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരെന്നൊക്കെയാണ് അതിലെ പേര്. എഴുത്തുപലക വാങ്ങിച്ചു കഴിഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ട് മാറി അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന്, വീട്ടിൽ അപ്പൻ്റെ അനുവാദം അന്വേഷിക്കണം. എന്താ പേരിടേണ്ടത്? അപ്പന് ശാരീരികമായ ബലഹീനതയൊക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പം ക്ഷീണമായിരിക്കും, സംസാരിക്കാൻ പറ്റില്ലെന്ന് വരും, വാർദ്ധക്യത്തിലായിരിക്കും. പക്ഷേ വീട്ടിലെ തീരുമാനം എടുക്കുന്നതിന് അപ്പൻ്റെ ഒരു തീരുമാനം അമ്മമാർ ശ്രദ്ധിക്കണം. വീട്ടിൽ തീരുമാനമെടുക്കുമ്പോൾ അപ്പൻ്റെ അനുവാദവും ചോദിച്ചിരിക്കണം. രണ്ടാമത്, ഇവർ രണ്ടുപേരും ഒരുപോലെ ഒരേ അഭിപ്രായമായിരുന്നു. അപ്പനും അമ്മയ്ക്കും ഒരേ അഭിപ്രായമായിരുന്നു. അമ്മ പേര് പറയുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ ഒരു ആശയ സംവേദനം നടന്നിട്ടുണ്ട്. മൗനി ആയിരുന്നെങ്കിലും അപ്പൻ അമ്മയോട് പറഞ്ഞിരുന്നു, പേരിടാൻ ചോദിക്കുമ്പോൾ നീ ഈ പേരാ പറയേണ്ടത്. ഇത് കുടുംബത്തിൽ ആവശ്യമാണ്. കുടുംബത്തിലെ അപ്പനും അമ്മയും ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ഒരുമിച്ചൊന്ന് ആലോചിച്ച ഒരാശയ സംവേദനം, ഇത് ചില ഭവനങ്ങളില്ല. അപ്പനൊരു വഴിക്ക്, അമ്മ മറ്റൊരു വഴിക്ക് പേര് നിർദ്ദേശിക്കും. അല്ല, ഒരുപോലെ ആലോചിച്ച് ഒരുമിച്ച് ഒരു പേര് നിർദ്ദേശിക്കുവാൻ മൗനമായിരുന്നിട്ട് പോലും അമ്മയോട് ഈ ആശയ സംവേദനം ആര് നടത്തി? അപ്പൻ മുൻകൂട്ടി നടത്തിയിരുന്നു. ഇനി ഈ പേര് നിർദ്ദേശിച്ചത് ആരാ? മാലാഖ നിർദ്ദേശിച്ച പേരാ. മാലാഖ ആരോടാ പറഞ്ഞത്? സെക്കറിയ പുരോഹിതനോട് പറഞ്ഞതാ. ദേവാലയത്തിൽ വെച്ച് പുരോഹിതനോടാ പറഞ്ഞത്, നീ നിന്റെ മോന് ഈ പേര് നിർദ്ദേശിക്കണം. മൗനിയായിരുന്ന മുനിശ്രേഷ്ഠനായിരുന്ന ഈ സെക്കറിയ പുരോഹിതൻ ഭാര്യയോട് ഈ ആശയം ഭംഗിയായിട്ട് കൺവേ ചെയ്തിരുന്നു. പ്രിയമുള്ളവരെ, അപ്പന്മാരെ ശ്രദ്ധിക്കണം. മൗനമായിരുന്നാലും ശാരീരികമായ ക്ഷീണം ഉണ്ടായാലും ഈ ആശയം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സഹധർമ്മിണിയോട് മുൻകൂട്ടി സംവേദനം ചെയ്തിരിക്കണം. മുൻകൂട്ടി പറയണം, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ട്. ഇപ്പം രണ്ടുപേരും തൃപ്തിയായില്ലേ? അമ്മയ്ക്ക് സന്തോഷമായി, അപ്പനും സന്തോഷമായി. ഈ ഒരുമിച്ച് ആശയ സംവേദനം ഭവനങ്ങളിൽ നടക്കണം. ഇനി അർത്ഥവത്തായ ഒരു പേരായിട്ടത് യോഹന്നാൻ. ഞാൻ പറഞ്ഞു ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ പേരിടുന്നത്? പേരുകളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കുകയെ, മീനിങ്. അപ്പൻ്റെ അമ്മയുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്തൊരു പേര്, രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ മിഡിൽ അക്ഷരവും അടുത്ത അക്ഷരം കൊണ്ട് ചേർത്തൊരു ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പട്ടിക്കും അവിടുത്തെ കുട്ടിക്കും ഒരു പേര്. ഇവിടുത്തെ കുട്ടിയെ വിളിക്കുമ്പോൾ അവിടുത്തെ പട്ടി വിളിക്കും അല്ലേ? അർത്ഥവത്തായ പേര് മാമോദീസായ്ക്ക് വരുമ്പോൾ നമ്മൾ പേരിടും, അർത്ഥവത്തായ പേരുകൾ. പക്ഷെ ആ പേര് എങ്ങും കാണുകയില്ല, രജിസ്റ്ററിൽ മാത്രമേ അതുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ പേര് കൊണ്ട് തിരിച്ചറിയണം. ഇവൻ ക്രിസ്ത്യാനിയാണ്, ഇവൻ ഇന്നാരുടെ മകനാണ്. പേര് കൊണ്ട് തിരിച്ചറിയാനായിട്ട് കഴിയണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, പേരിടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പേര് കൊണ്ട് തിരിച്ചറിയണം. അത് ഓർമ്മയിരിക്കണം. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ ഈ സന്തോഷം നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. മക്കളുടെ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കും ഇത് വയലിൽ ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിൽ സൗമൻ കാലോസ് കുരേലായിസോ
ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരോട് എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ഭാഗ്യമോ എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താ തന്നരുളിന്നു മഹത്വം മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടീടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കുമോർ എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. തീക്കട്ടം രണ്ടിലോളം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി വിശ്വാസിനികൾക്ക് നൽകപ്പെടുന്നു. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരം
വന്ദിക്കുന്നടിയാ സത്യം കാക്കുന്നോ ഉത്തമ വിധിനാഥാ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കിടമേ. പാർക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമീൻ. അഗ്നിമയന്മാരാരേ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം ഞാൻ നീ കാണുന്നു. ആരേ മിന്നലോട് തോന്നോക്കുകയിലെരിയും നോടനെ അവനെ മൽമയ ഭക്ഷിച്ചു മോദം തെളിയും നേറ്റം. എരുതി പുത്രരഹസ്യങ്ങളകും വിണ്ണവരിടയിൽ യേശായതാൻ കണ്ടിവ നമ്മോട് സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരിപ്പു രഹസ്യങ്ങളിവ ഇവം മേശയിൽ ആദാമ്യർക്കായി പാകിക്കുന്നു. ക്രൂമേന്മാരുടെ തേരതുപോലെ സ്ഥിരമീ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് നന്ദിരുമേനിയതല്ലോ മേശയിലിവിടെ കൈകളിലാതാ മക്കളെടുത്ത ഘോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിക വീണ്ടും നോർക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടും. പറക്കുമോർ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായ അള്ളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. നാം അട്ടഹസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ
പുതുക്കത്തിനും വേണ്ടി വരുവാനിക്കുന്നവനുമായ ദൈവപുത്ര, പാവപരിഹാരം നൽകുന്നതായ അവിടുത്തെ ബലിപീഠത്തിൽ നിന്ന് അങ്ങയുടെ മക്കൾക്കായി പാവപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവം തമ്പുരാനെ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, തിരുമുമ്പാകണമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയതായ അവിടുത്തെ തിരുശുദ്ധങ്ങൾ അനുഭവിക്കുന്ന ദാസരും ആരാധകരുമായവരെ അവിടുത്തെ അദൃശ്യമായ വലത് കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധകൾ വായിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചാൽ സംബന്ധിച്ചിട്ടുള്ളവർ സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ചുരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാമൊളി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ പരിശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷിക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സാധാരണ പരിശുദ്ധ പരിചിന്ന വായികളെ നിന്റെ ഏജാനുസരിശുദ്ധങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹരാത്രകൃപയോ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏജാൻ മൂലം അവനോടുകൂടെ നിനക്ക് നിന്റെ പിതാവിന്റെ വിശുദ്ധാത്മാനുസ്തുതി സ്തോത്രവും കരയേറ്റുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല ഉനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ മനസ്സിലിറങ്ങി വന്ന മിശിഹാ തമ്പുരാനെ, നീ രണ്ടാമത് എഴുന്നള്ളുമ്പോൾ നിത്യനാശത്തിന് ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാന്റെ വിശുദ്ധാത്മാനുസ്തുതി സ്തോത്രവും കരയേറ്റുന്നു. ജ്ഞാനസ്നാനം കൈവയ്പെന്നീവ സുതന് കൊടുത്തോ, മഷിഹാരാജൻ
തൻ പ്രതിപുരുഷൻ സ്നാപകവീരൻ സ്കറിയതനയൻ വേദക്കടലിൻ മറുകര കണ്ടോ നിന്നിത നൃവേനെ ഭത്സിച്ചോൻ തല കാഴ്ചയണച്ചോൻ രക്ഷവരുത്താൻ നരനായൊരു സൂര മണവാളൻ തൻ തോഴ്മക്കാരാ വഴി ചൊവ്വാക്കാൻ ഘോഷിച്ചോനേ നീ ചൊന്നതുപോലെ എങ്ങട കൃത്യം നിർമ്മലമാക്കാൻ നിന്നാൽ ഘോഷിതനാം മശിഹായോടു യാചിക്കണമേ. പേജ് നമ്പർ 285. മറിയാമേലിശുപാലെത്തിയ വിസ്മയ ലോകങ്ങൾ വാത്മീയേലിശുബ മറിയാം രക്ഷകനെ പെറ്റാരാലംബം ഹാലേലൂയ ഓ ഹാലേലൂയ തൽ പ്രാർത്ഥനയെന്നും. സെലൂൻ ബസ്ലോമാഹായൻ ഹബിബായൻ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന് പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണങ്ങളും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസയുടെ റൂഷ്മായാൽ ദ്രോത്തപ്പെട്ടവരും ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ തരാശ്വസിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപികളുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കൈക്കൊണ്ട് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്താലേ പോകുക. എന്നാളും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Before the announcement, I would like to invite Master Kiran Kurian, the 12th grade Sunday school student of this parish. As we are celebrating the feast of the birth of John the Baptist, the church is celebrating this Sunday as Sunday school day. So that is why a small message is going to deliver by Master Kiran Kurian. Glory to the Father, Son, and Holy Spirit, one true God forever. Amen. Respected Achins, parents, and my dear brothers and sisters in Christ, I am so blessed to be able to speak on this Sunday as we prepare for the Feast of Nativity. We are now entering the second week of the Yellow Lent, also known as the 25-day Lent. Today's Gospel reading focus on the birth of St. John the Baptist. The name John means the grace of God, which perfectly fits someone chosen for such an important mission. Our reading came from St. Luke chapter 1, verses 57 to 80. In verses 76 to 77, we hear, "And your child will be called the prophet of the highest, for you will go before the face of the Lord, prepare his ways, and give knowledge of the salvation to his people by the forgiveness of their sins." These verses remind us that St. John the Baptist wasn't just born. He was sent with a mission. His purpose was to help prepare the world for the Lord. He taught people how to turn to God, to understand forgiveness, and to get their hearts ready for Christ. Even in the Old Testament, we see in Malachi chapter 3, verses 1,
Behold, I sent my messenger, and he will prepare the way before me. God has planned St. John's mission long before he was born, to announce Christ was coming, to baptize people, and to teach them about salvation. St. John's message shows us that the path of salvation has 3 steps. The first step is preparation. We must prepare ourselves for the second coming of Christ. We do not know when the second coming will happen, so we must be spiritually and physically ready. Our Sunday school class helps us build our foundation of our faith so we can grow spiritually. Learning how to keep prayer every day in our lives, no matter how busy we may be, Sunday school has taught me to keep a strong prayer life. The second is knowledge. We need to know who God is, his eternal love, his mercy that restores our fallen nature, and his life-giving and divine power. All the stories we have learned in Sunday school deepen our understanding of who God is. Learning and understanding Kurbana and the sacraments, knowing what it means and how we can spiritually grow from each service. The third and final one is forgiveness. St. John taught that God is loving and ready to forgive. Through baptism, he showed people that God wipes away our sins so that we can live in holiness and righteousness. Sunday school also teaches us that baptism cleanses us even of our ancestral sins. We are also taught to forgive one another, not just our friends and our loved ones, but also our enemies. When we are able to forgive those who have wronged us, we achieve true and genuine forgiveness. And once we understand those 3 steps, preparation, knowledge, and forgiveness, we begin to see our own calling. In Sunday school, I've learned that God has a mission for each one of us, that none of us are here by accident, and each of us have a purpose. On page 494 of the Kurbana, the second stanza says, Moses and Aaron received the priesthood, which was passed down and went to Zechariah, then it was given to John. John then gave it to our Lord, who ordained the apostles, and the apostles spread it through creation. This shows St. John's mission was part of a long chain that established a chain that through our bishops, our urchins, our parents, our Sunday school teachers, and now through us. It is our mission to help spread the gospel and bring people towards Christ, to pass it to each generation. So the question is, are we going to be like John the Baptist and fulfill our mission as we prepare for the Feast of Nativity? Our church gives us so many tools and opportunities to learn about Christ and how to grow in our faith. Passed down to generation to generation, St. John was also known as the forerunner of Christ. He prepared himself and the world for the coming of Christ. And just like that, we should also prepare ourselves and the people around us for the second coming of Christ. As we celebrate the birth of St. John the Baptist, we also remember all the Sunday school and MJSism children, because we should live an example of the forerunner of Christ. Sunday school and MJSism have helped kids in our diocese stay connected to the church and to Christ. Even when I was busy with school, football, college applications, and many other situations, I was always able to keep a foundation in prayer in Christ and in the church. This is only possible through the years of going to Kurbana and with my family and loved ones, learning the hymns and prayers and service, and understanding and connecting with them in Sunday school. Serving in the altar every Sunday and attending Sunday school has taught me many tools and ways to stay connected with the church and to use my many talents and leave a long-lasting impact on this world and in my community, and to be prepared for the second coming. In other words, we should look for a mission that, just as God gave a mission to St. John the Baptist. With our many talents and gifts, we have been blessed with, whether it be your voice in the choir, your ability to lead in the altar or in the marriage committee, your creativity in drawing, or your confidence in public speaking, and many others. Use these blessings Christ has given to you to help your community, your loved ones, and your church. During this Lenten season, let us prepare our hearts and grow in the knowledge of Christ, and practice forgiveness on our path of salvation. As Christmas approaches, let us come together in prayer, remembering the birth of our Lord Jesus Christ. All for the glory of the Father, Son, and the Holy Spirit, one child, forever. Amen. Amen. Thank you. I'm really proud of you, Kiran Kurian, for this blessed speech that is connected with Sunday School Day. Also, I appreciate Sunday School principal and the team of teachers, faculty members,
who helped him to prepare and deliver this wonderful message for today. And also I would like to invite the senior-most Sunday school kids of our parish for a song. Can you please stand? Sat down contemplating him, he saw how fair and like the creature was to creator. The earthly one came and went through the trees of paradise. The angels marveled at how he was exalted. Barak more, Moses and Aaron received the priesthood which was passed down. It went to Zechariah, then it was given to John. John then gave it to our Lord, who ordained the apostles, and the apostles spread it throughout creation. Lord, have mercy upon us and help us. Are you proud of these kids? If so, give a big round of applause to them. So once again, I really appreciate all the kids who performed here for the group song, as well as those who prepared for presenting this such a wonderful song. Announcements. Today's Bible verse, Romans chapter 1, verse 16. I am not ashamed of the gospel of Christ, for it is the power of God unto salvation to everyone who believed. Romans chapter 1, 16. ഈ വർഷം അവസാനമാകുമ്പോൾ ഞാൻ ചോദിക്കും എത്ര വാക്യം പഠിച്ചു, അതിലെത്ര വാക്യം നമ്മുടെ കയ്യിലുണ്ടെന്ന് ഞാൻ ചോദിക്കും. എല്ലാം പറയുന്ന ആൾക്ക് സമ്മാനം തരാം. എന്നാ പിന്നെ അച്ഛൻ എടുത്തോ അല്ലേ? അല്ല, അങ്ങനെ വേണ്ട, നിങ്ങൾ പഠിക്കണം. General body announcement, meeting announcement. We will have our 6th general body meeting in today, December 7th, after the Holy Qurbana around 11:30 a.m. We request all those whose names are known on the voters list to attend the general body. The main agenda, our election for managing committee members for the year 2026 and any other matters approved by the President. Christmas caroling. Today we will have caroling after the general body in area 7 and 8. Please contact Mr. S.K. Cherian for area 7 and Mr. Jijo Kavanal for area 8. We request all carolers to participate. So far we have completed 4 days. ഏകദേശം 75ഓളം കുടുംബങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. ചില കുടുംബങ്ങളൊക്കെ അവരുടെ അസൗകര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
കൃത്യമായിട്ട് അവരെ അറിയിക്കണം മറ്റേത് ദിവസമാണ് വരേണ്ടത്. So there is no chance of cancellation. So we are waiting, the 3 priests along with the team waiting to visit all the houses this year. So there is no chance for skipping or cancelling. അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പർട്ടിക്കുലർ കാരണം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. MGO CSM is extremely grateful for everyone that supported the NYC fundraiser by purchasing yard signs. The signs will be ready for pickup next Sunday, December 7. We appreciate your continued support. MMVS announcement. Election was conducted on 11/30/2025. During the unit meeting and following are the 2026 MMVS elected office bearers. So when I call the name, please stand up. Mrs. Simi Thomas as the new secretary, and joint secretary as Mrs. Ida John. Treasurer Mrs. Suja Abraham, and joint treasurer is Mrs. Sheba Chandi. And committee members are the following: Mrs. Kunyunyamma Johnson, Mrs. Ronshi Malith, Mrs. Valsa Varghese, Mrs. Minnie Johnson Kochama, Mrs. Bensi Moni, Mrs. Ansi Sam, Mrs. Sunu Joy, Mrs. Charlie Thomas, Mrs. Susie Kurula, Mrs. Mary Thomas, Mrs. Shoshama Thomas, and Mrs. Omena Thomas. So give a big round of applause for the selection. നല്ല ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നൊരു കണ്ടല്ലോ, അതിൻ്റെ 10 ഇരട്ടി ഇരിക്കുന്നുണ്ട്. അവരെ മുഴുവനും സംഘടിപ്പിച്ച് നെക്സ്റ്റ് ഇയറിലെ പ്രോഗ്രാം എല്ലാ ഭംഗിയായിട്ട് നടത്താൻ നിങ്ങൾക്കിടയാകട്ടെ. പുരുഷന്മാരുടെ ഒരു സപ്പോർട്ടൂടെ അവർ കൊടുക്കുമോ? ഇല്ല, ഒന്നൊന്ന് കൊടുത്തേ, ഒരു കൈയടി കൊടുത്താൽ മതി. നമ്മളത് എല്ലാവരും കൈ അടിക്കുന്നില്ല, ചിലരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ ഇവരെയൊക്കെ ആരെടുത്തു എന്നും പറഞ്ഞു. Please give a big round of applause, please. Thank you. Please be seated. Memorial feast. We all are invited by St. Peter's and St. Paul's Orthodox Church for celebrating the memorial feast of His Holiness Moran Mar Baselios Augean Fest and His Grace Matthews Mar Barnabas on December 8th, that is tomorrow, 6:30 p.m. by His Grace Thomas Mar Ivanios Metropolitan at St. Peter's and St. Paul's Orthodox Church of Houston. Please plan and join for that particular Holy Kurbana. There is a small note from the treasurer. If you have not paid your dues for this year and previous year, please don't wait till December 31st. Please pay your dues as early as possible. അടച്ചവർക്ക് വേണ്ടിയല്ല, അടയ്ക്കാൻ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ട്രസ്റ്റി പറഞ്ഞൊരു കാര്യം ഞാൻ പ്രസ്താവിക്കുന്നു. And today's guest, we have Mr. Sam Matthew and Mrs. Aji Matthew visiting us from Ohio. They are member of St. Thomas, Ohio. They are relative to beloved member Kunyamma Joseph, cousin brother of Bintu, Jibu, Jibi, and Jishi. Welcome to St. Thomas Cathedral. Can you please stand up, the hall members? ഇല്ല, നമ്മുടെ അപ്പുറത്താ കൂടി. സോറി. അപ്പം നമുക്ക് അവിടെ അവർ പിന്നെ കാണാൻ പറ്റില്ല എങ്കിലും അവരെ ഞാൻ വെൽക്കം ചെയ്യുന്നു. And also we have Mr. George Varghese and Mrs. Shirley Varghese visiting from Qatar. They are members of Malangara Orthodox Church, Qatar. They are brother of our beloved member Mr. George Thomas Tekemela. Welcome to St. Thomas Cathedral. Can you please stand up? ഇന്നലെ അവർ നമ്മളോടൊപ്പം കരോൾ സർവീസിന് പോലും പങ്കെടുത്തു. ദോഹയിൽ നിന്ന് വരെ ആളിനെ ഇറക്കുക. എങ്കിലും നമ്മുടെ പള്ളിക്കാരെല്ലാവരും കരോളിന് വരുന്നില്ല. So really appreciated for your presence and especially the caroling service. മറ്റാരെങ്കിലും ഇന്ന് ഗസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ they can stand up and introduce themselves. ഇല്ല, നമുക്ക് എഴുന്നേറ്റ് ഓഫർട്രിക്കായിട്ട് വരാം. ഓർത്തോദോക്സ വിശ്വാസം നിശ്ചിതമായി സ്ഥാപിച്ചോരാം ഇഗ്നാത്തിയോസ് അഗ്നിമയൻ
ദുഷ്ടൻ സേവേറിയോ ഈ നിർമ്മലതാതന്മാർ തൻ ഓർമ്മദിനങ്ങൾ ആഘോഷിച്ചിടാം വരുവിൻ. ശൗലാക്കിൻ പൗലോസ്ലേക്കും സപ്രേമാരിന്നും വാങ്ങി കർത്താവിൻ സ്നേഹന്മാരെ ബന്ധിപ്പാൻ പോകും നേരം ശബ്ദം കേട്ടാൻ ശൗലേ പീഡിപ്പിക്കും എന്നെ എന്തിനു നീ കർത്താവേ നീ ആരെന്നും പേരെന്തെന്നും ചോദിച്ചാൻ മോരാനുര ചെയ്താൻ ഞാൻ നസറായകനാമീശോ വചനവുമീശനുമാമീശു ഞാനെന്നേവം ജാതികളോട് ഘോഷിക്കാം. സ്വർഗോന്നതേ വാഴും പരമപിതാവേ പരിപാവനമാകേണം തവ തിരുനാമം. തവ രാജ്യം ഭൂവിൽ ആഗതമാകണമേ. തവ ഹിതമിഹമതിലാകീണം പരമതിലെന്നതുപോ പ്രതിദിനമടിയങ്ങൾ കന്നം കനിവോടു പകരണമേ. പരിഹൃതമാകണമേ പിഴകൾ അപരനോടങ്ങൾ പോ കാത്തരുളിടണമേ ദുഷ്ടപരീക്ഷകളിൽ നിന്നും. രാജ്യം ശക്തി മഹത്വമതങ്ങിക്കെന്നെന്നും ആമേൻ. കൃപയിൻ നിറവേ മാതാവേ മറിയാമേ ശാന്തി. നാരികളിൽ നീറ്റം മാനിത മാതാവേ പരമോന്നതനീശൻ എന്നും പരമോടു തവ സവിധേ. നിന്നുദരത്തിൻ ബലമാണീശൻ സ്തുതികൾക്കനുയോജ്യൻ. ശുദ്ധികളിൽ ശുദ്ധി മറിയാം മാതാവേ ഭാഗ്യം. പരനെ വഹിച്ചവളേ